ഹായ് ഹലോ. അപ്പോൾ എന്താ കത്തിരിക്ക വെച്ച് അട്ടിപ്പൊളി ഒരു ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ ഈ കത്തിരിക്ക ഇതേപോലെ 4 വശം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ലെണ്ണയിലേക്കിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ചപ്പാത്തിക്കും റൈസിനും എല്ലാം ഈ ഗ്രേവി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ കത്തിരിക്ക കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം ഈ കത്തിരിക്ക എടുത്ത് കഴിക്കും. നല്ലൊരു ടേസ്റ്റി ഫുഡാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കത്തിരിക്ക ഇപ്പം നമുക്ക് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി, ചെറിയ കഷ്ണം പുളി, അതിനുശേഷം കറിവേപ്പില. നമ്മുടെ കത്തിരിക്ക നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണ കുറച്ച് വറ്റിച്ചെടുത്തിട്ട് അത് മൊത്തം എടുത്തെടുക്കുക. എണ്ണ അധികമായിട്ട് വേണ്ട, അപ്പോൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചേക്കുക. ഇത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ബാക്കിയുള്ള ഈ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒഴിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 4 കഷ്ണം തേങ്ങ കൂടെ വേണം. ഒരുപാട് തേങ്ങ ആയി പോകരുത്, വെറും 4 കഷ്ണം തേങ്ങ മാത്രം മതി. അതിനുശേഷം ഇതേപോലെ അതിലേക്ക് മല്ലിപ്പൊടി ഇടുക. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. ഇതിപ്പോൾ ഒരു സവാള എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു 1.5, മാക്സിമം 2. അതിനുശേഷം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. വലിയ എരി ഇല്ലാത്തതാണ്. എരി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എരിയുള്ള കുറച്ച് മുളക് പൊടിയും കാശ്മീരി കൂടെ മിക്സ് ചെയ്തെടുക്കാം. പെരുങ്കായം എന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടി അതുപോലെ ഇട്ടിട്ട് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. കടുക് വറുത്തതിന് ശേഷം ഈ അരച്ചെടുത്ത ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം പൊട്ടിത്തെറിക്കാതെ സൂക്ഷിച്ചോണം. വെള്ളം നമ്മൾ കുറച്ചേ അരച്ചിട്ടുള്ളൂ. അപ്പം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഗ്രേവിക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളി കുറച്ച് മുന്നേ നിൽക്കണം, ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം. കാരണം നമ്മുടെ ഈ കത്തിരിക്കയെല്ലാം ഇടുമ്പോഴത്തേക്ക് അതെല്ലാം അതിൽ പിടിക്കണമല്ലോ. അപ്പം ഇതേപോലെ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, കട്ടിയായിട്ടാണ് എടുക്കുന്നത്. അതേപോലെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കത്തിരിക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഈ എണ്ണയെല്ലാം ഇങ്ങനെ മേലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മേലെ വരുന്ന സമയത്ത് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. അപ്പം നമ്മുടെ ചപ്പാത്തിക്കും റൈസിനും ഒക്കെ നല്ല സൂപ്പർ ഒരു ഗ്രേവിയാണ്. നമുക്ക് മെയിൻ ഡിഷായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ നിങ്ങളതിൻ്റെ ബെല്ലൈക്കൺ കൂടെ അമർത്തി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്